നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ വരാൻ കാരണം, കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നമ്മുടെ ദൃശ്യപത്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ്. നമ്മുടെ സൂപ്പർ മെഗാസ്റ്റാറായിട്ടുള്ള മമ്മൂട്ടി, നമുക്കെല്ലാവർക്കും പ്രിയമുള്ള നമ്മുടെ മമ്മൂട്ടിക്കാക്ക് ഒരു അസുഖമുണ്ട്. അദ്ദേഹം ആ അസുഖത്തിന് വേണ്ടി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലാണ് എന്നൊക്കെ നമുക്കറിയാം. ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു. വിഷയം അതല്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്ക് അസുഖമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മമ്മൂട്ടിയുടെ സഹപ്രവർത്തകനും 10-30-40 വർഷമായ സന്തത സഹചാരിയൊക്കെ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി ശബരിമലയിൽ ഒരു നേർച്ച വഴിപാട് നടത്തി. സിനിമാ താരം മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയിരുന്നു. പമ്പയിലെത്തിയ താരം അവിടെ നിന്ന് കെട്ടിനിറച്ചാണ് മല ചവിട്ടിയത്. മോഹൻലാലിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് K. മാധവനും ദർശനത്തിനായി എത്തിയിരുന്നു. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നടൻ മല ചവിട്ടിയത്. സോപാനത്തെത്തിയ ദർശനം നടത്തിയ ശേഷം ദേവസ്വം ഓഫീസിലെത്തി നെയ്ത്തേങ്ങ അഭിഷേകത്തിനായി കൈമാറിയിരുന്നു. ഭാര്യ സുചിത്രയുടെയും നടൻ മമ്മൂട്ടിയുടെയും പേരിൽ അദ്ദേഹം ഉഷപൂജകൾ നടത്താനുള്ള വഴിപാട് ടിക്കറ്റ് ഉദയാസ്തമന പൂജ നടത്തി. ആ പൂജ നടത്തിയത് എന്തെന്നാ പറയുക, ദേവസ്വം ജീവനക്കാർ, ഏതോ തെമ്മാടികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരതിനെടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പുകളിലും ഒക്കെ പ്രചരിപ്പിച്ചു. സത്യത്തിൽ ഇത് 2 സ്വകാര്യ വ്യക്തികളുടെ സ്വകാര്യ കാര്യങ്ങളാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന സൂപ്പർ മെഗാസ്റ്റാർ, അദ്ദേഹം ഒരു അസുഖമായി ഹോസ്പിറ്റലിൽ എന്താ പറയുക, രോഗത്തോട് മല്ലടിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ശ്രവിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പറ്റാതെ അദ്ദേഹം കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ രോഗം മാറണം, എൻ്റെ ഇക്കാൻ്റെ രോഗം മാറണം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ രോഗം മാറണം എന്ന നിലയിൽ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് നടത്തി. പക്ഷേ ഇതിലെ പ്രശ്നം അതല്ല. നമുക്കറിയാം, ചില ജിഹാദികൾ, അതായത് ഈ എത്ര മൂടി വെക്കപ്പെട്ടാലും ചില ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ തനിനിറം പുറത്തു വരിക എന്ന് പറഞ്ഞിട്ടില്ലേ. ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ അബ്ദുള്ള പറഞ്ഞു, മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അബ്ദുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. മോഹൻലാൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു. മമ്മൂട്ടിയുടെ അറിവോടെയല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല. മമ്മൂട്ടി പറഞ്ഞാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. ഇക്കാര്യത്തിൽ മമ്മൂട്ടി വിശദീകരണം നൽകണം. മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടി വിമർശിക്കരുത്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂ. ഇതിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ സംഭവം എന്നും അദ്ദേഹം പറയുന്നു. മുസ്ലിം മത പണ്ഡിതർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യന് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവില്ല. ഏകദൈവ വിശ്വാസികൾ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നത് മാത്രമാണ് ശരി. മറ്റുള്ള രീതികൾ ഇസ്ലാമിക വിരുദ്ധമാണ്. അതിനെ ഷിർക്ക് എന്ന് പറയും. അതേസമയം വഴിപാട് നടത്തിയതിൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ തെറ്റെന്താണ് എന്നും മമ്മൂട്ടി തനിക്ക് സഹോദരനും സുഹൃത്തുമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം സുഖമായി ഇരിക്കുന്നുവെന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. മമ്മൂട്ടിയുടെ പേരിൽ ഈ വഴിപാട് മോഹൻലാൽ നടത്തിയിട്ടുണ്ട്. അത് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് നടത്തിയതെങ്കിൽ മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം, ദുആ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എത്ര നികൃഷ്ടമായ കാഴ്ചപ്പാടാണ് നോക്കൂ നിങ്ങൾ. 2 മതത്തിൽ വിശ്വസിച്ചുപോയി. നോക്കൂ, മതം ആരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കിയതാണ് മതം, അല്ലേ? മതം മനുഷ്യനുണ്ടാക്കിയതാണ്. അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം മതത്തിൽ ജനിച്ചു, മോഹൻലാൽ ഹിന്ദു മതത്തിൽ ജനിച്ചു എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അതിനപ്പുറത്ത് അവരൊക്കെ മനുഷ്യനാണ്. സാക്ഷാൽ പരബ്രഹ്മങ്ങളാണ് അവരൊക്കെ. ഈശ്വരൻ്റെ പ്രതിബിംബങ്ങളാണ് ഞാനും നിങ്ങളും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം. അപ്പോൾ മനുഷ്യനാണെന്നുള്ള കാഴ്ചപ്പാടില്ലാതെ ഇത്തരം വർഗീയമാണ്. കാരണം ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയി മമ്മൂട്ടിയുടെ അറിവോടുകൂടി വഴിപാട് ചെയ്താൽ അതിന് മമ്മൂട്ടി ഈ സമുദായത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ദുആ ചെയ്യണം എന്നാണ് പറഞ്ഞത്. നോക്കൂ, എത്ര നികൃഷ്ടമാണ് അവരുടെ ആ ഒരു കാഴ്ചപ്പാട്. ഇത്രയും ഇത്രയും വിദ്യാസമ്പന്നരായ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസമൊന്നുമല്ല പ്രശ്നം, അവരുടെ ചില മതനിയമങ്ങളാണ്. നോക്കൂ, ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാജ്യമാണ്.
ഇത് അറേബ്യൻ രാഷ്ട്രങ്ങളല്ല. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ഓരോ വ്യക്തികൾക്കും അവരവരുടെ മതത്തെ വിശ്വസിക്കാനും അവരവർക്ക് ഇഷ്ടമുള്ള ഈശ്വരനെ ആരാധിക്കാനുമുള്ള അധികാരവും അവകാശവുമുണ്ട്. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈശ്വരനോട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ അസുഖം മാറണമെന്നൊരു വഴിപാട് നടത്തിയതിന് മോഹൻലാലിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ താറടിച്ച് കാണിക്കുന്ന തരത്തിലാണ് പല ആളുകളും സംസാരിക്കുന്നത്. അത് തെറ്റാണ്. അത് വ്യക്തിപരമായി വ്യക്തിപരമായ അദ്ദേഹത്തിനോട് ഇഷ്ടം അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, മമ്മൂട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം സ്വത്തല്ലല്ലോ. മമ്മൂട്ടി ഈ കലയുടെ, അതായത് അഭിനയ കലയുടെ ചക്രവർത്തിയാണ്. അദ്ദേഹം കുലപതിയാണ്. അഭിനയ കലയുടെ കുലപതിയായിട്ടുള്ള മമ്മൂട്ടി മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അവിഭാജ്യഘടമായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഏതെങ്കിലും ഒരു മത ചട്ടങ്ങൾക്കുള്ളിൽ പൂട്ടിയിട്ടുകൊണ്ട് ഇത്തരം എന്താ പറയുക, മനുഷ്യന്മാരെ തമ്മിൽ തല്ലിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ വളരെ മോശമാണ്. അത് അബ്ദുള്ളയെ പോലുള്ള ആളുകൾ നടത്തുന്നത് മമ്മൂട്ടിയെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ തളച്ചിടുന്നത് തികച്ചും നിരുത്തരവാദപരമായ കാര്യമാണ്. അദ്ദേഹം മലയാള സിനിമയുടെ, കേരളത്തിൻ്റെ, ഇന്ത്യൻ സിനിമയുടെ ഒരു സ്വത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഉണ്ടാവാം, അറിവോടുകൂടി അല്ലാതെ ഉണ്ടാവാം. അബ്ദുള്ള പറഞ്ഞത് മമ്മൂട്ടിയുടെ അറിവോടുകൂടി ഉണ്ടെങ്കിൽ തെറ്റാണെന്നാണ് പറഞ്ഞത്. അറിവോടുകൂടി അല്ലെങ്കിൽ കുഴപ്പമില്ല. അറിവോടുകൂടി ആണെങ്കിൽ എന്താണ് കുഴപ്പം? മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു വഴിപാട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു തന്നെയാണ് ചെയ്യുന്നതിലാണ് കുഴപ്പമുള്ളത്. അപ്പോൾ അവിടെയാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ്. ഇവരെന്തൊക്കെ മതേതര കുപ്പായമിട്ടാലും ഇവരുടെ ഇരട്ടത്താപ്പ് അവിടെയാണ് കാണുന്നത്. എല്ലാവരുമല്ല, ചില ജിഹാദികളുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം. അവർ പ്രസംഗിക്കുമ്പോൾ മതേതരത്വമൊക്കെ പ്രസംഗിക്കും, കാര്യത്തോടടുക്കുമ്പോൾ മതനിയമങ്ങൾ മാത്രം പറയും. അബ്ദുള്ളയെ പോലെ ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൗരപ്രമുഖനൊക്കെയായ അദ്ദേഹം ഇത്തരം നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം ഇതിനെതിരെ. കാരണം ഇതൊരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. കേവലം ഒരു സിനിമാ നടൻ എന്ന അപ്പുറം മമ്മൂട്ടി പൊതുസമൂഹത്തിൻ്റെ പൊതുസ്വത്താണ്. മാത്രമല്ല, മതനിയമപ്രകാരം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം അല്ല, അത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം നടക്കേണ്ടതാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ അറിവോടുകൂടി ആണെങ്കിലും അല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല. അത് ഈ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ്. കാരണം അദ്ദേഹം സുഖപ്പെട്ട് വരേണ്ടതും ഇനിയും സിനിമകൾ അഭിനയിക്കേണ്ടതും നമ്മുടെയൊക്കെ ആവശ്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടനാണ് മമ്മൂട്ടി. ഇത്രയും വർഷമായിട്ടും എനിക്കതിന് പകരം വെക്കാനൊരു നടൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, മമ്മൂട്ടിക്ക് ബദൽ എന്ന് പറയാൻ, അഭിനയം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സൂപ്പർ സ്റ്റാർ ആൻഡ് മെഗാസ്റ്റാറാണ് മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഈ തരത്തിൽ തീരില്ലാതായിരിക്കും. നിങ്ങളുടെ ഇത്തരം പ്രസ്താവന കൊണ്ട് തകർന്നു പോകുന്നത് മമ്മൂട്ടിയെപ്പോലെ, മോഹൻലാലിനെ പോലുള്ള ആളുകളുടെ ഇമേജുകളാണ്, അവരുടെ ചില അവകാശങ്ങളാണ്. അത് തിരുത്തപ്പെടണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.